നമസ്കാരം. നമ്മൾ നമ്മുടെ ഫയൽ ചെയ്യാൻ പോകുന്നത് Gstr 3B ആണ്. അപ്പോൾ നമ്മൾ 3B നമ്മൾ ഫയൽ ചെയ്യാൻ ഇത്ര ലേറ്റ് ആവാനുള്ള കാരണം നമ്മൾ 2B ആക്ടിവേറ്റ് ആയിട്ടില്ല. അപ്പോൾ നമ്മളിതിന് മുന്നേയൊക്കെ നമ്മൾ 3B പ്രിപ്പയർ ഓൺലൈനായിട്ട് തുറന്നിട്ടുണ്ടാവും. അപ്പോൾ തുറക്കുന്ന സമയത്ത് എന്ത് ചെയ്യും, നമ്മളെ 3B ഓട്ടോമാറ്റിക് സേവ് ആവും. അപ്പോൾ സേവ് ആവുന്ന സമയത്ത് എന്താ ഉണ്ടായിരിക്കും, നമ്മളവിടെ എന്താണോ ജനറേറ്റ് ആയിട്ടുള്ളത് ചിലപ്പോൾ 0 ആയിട്ട് ഇൻപുട്ട് ഉണ്ടാവും. അപ്പോൾ അത് സേവ് ആയിട്ടുണ്ടാവും. അപ്പോൾ പിന്നീട് 2B ആക്റ്റീവ് ആകുമ്പോൾ എന്താ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് അതിലേക്ക് വീണ്ടും ആ എമൗണ്ട് വരില്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ അങ്ങനത്തെ കേസിൽ ആദ്യം നിങ്ങൾ റിട്ടേൺ ഡാഷ്ബോർഡിൽ വരിക. എന്നിട്ട് നിങ്ങൾ പീരീഡ് സെലക്ട് ചെയ്യുക, ഏപ്രിൽ സെലക്ട് ചെയ്യുക, സെർച്ച് ക്ലിക്ക് ചെയ്യുക. സെർച്ച് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം വരേണ്ടത് വ്യൂ Gstr 2B ആണ്. അതിൽ വ്യൂ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് അവിടെ നമ്മളെ 2B ഇവിടെ ആക്റ്റീവ് ആയിട്ടുണ്ട്. നമുക്ക് ഇത്ര ദിവസമായിട്ട് നമ്മൾ 2B ആക്റ്റീവ് ആയിട്ടില്ല. അപ്പോൾ നമുക്കിവിടെ ഇൻ്റഗ്രേറ്റഡ് ടാക്സ് എന്ന് പറഞ്ഞ എമൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 39,679.32 അതേപോലെ തന്നെ നമുക്ക് അതേപോലെ സെൻട്രൽ ടാക്സ് 31,924.32 അങ്ങനെ CGST SGST ഉണ്ട്. പിന്നെ നമുക്കിവിടെ അതായത് നമ്മുടെ ഡെബിറ്റ് നോട്ടായിട്ട് വന്നിട്ടുണ്ട്, അതായത് 3,850. ഈ എമൗണ്ട് നമ്മൾ കാണിക്കണം, എന്നാലും നമ്മൾ നെറ്റ് ITC അവിടെ കാണിക്കുള്ളൂ. അപ്പോൾ നമ്മൾ ആദ്യം നമ്മളിത് നോട്ട് ചെയ്യുക, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, അത് എന്ത് ചെയ്യുക, എൻട്രി ചെയ്ത് കൊടുക്കുക, നമ്മൾ ITCയിൽ എൻട്രി ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ എൻട്രി ചെയ്യേണ്ട എമൗണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ്റഗ്രേറ്റഡ് ടാക്സ് 39,679.32 സെൻട്രൽ ടാക്സ് 31,924.32 സ്റ്റേറ്റ് ടാക്സ് 31,924.32 ആളതർ ITCയിൽ എന്ത് ചെയ്യുക, കാണിക്കുക. അതിനുശേഷം നമ്മൾ എന്ത് റിവേഴ്സൽ ചെയ്യാണ്ട്, അതായത് നമ്മൾ ക്രെഡിറ്റ് നോട്ട് എന്ത് ചെയ്യണം, അല്ല ഡെബിറ്റ് നോട്ട് റിവേഴ്സ് ചെയ്യണം 3,853.34 അത് നിങ്ങൾ റിവേഴ്സലിൽ കാണിക്കണം അതേഴ്സിൽ. എന്നിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ എന്ത് ചെയ്യുക, അവിടെ ITC കൺഫേം കൊടുത്തിട്ട് എന്ത് ചെയ്യുക, സേവ് ചെയ്യുക. അപ്പോൾ ഞാൻ ആദ്യം ബാക്ക് ടു നമ്മളെ 3Bയിലേക്ക് വരികയാണ്. അപ്പോൾ ബാക്ക് ടു ഡാഷ്ബോർഡ് ക്ലിക്ക് ചെയ്യുക, ഏപ്രിൽ സെലക്ട് ചെയ്യുക, സെർച്ച് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ പ്രിപ്പയർ ഓൺലൈനിൽ വരിക. എന്നിട്ട് ഇവിടെ നോ നെക്സ്റ്റ് അടിക്കുക. ഇവിടെ നിങ്ങൾ ഫയൽഡ്, അതായത് Gstr 1 ഫയൽഡ് എസ് കാണാം, അതേപോലെ ജനറേറ്റഡ് 2B എസ് കാണാം, 2B അതായത് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് റിവേഴ്സ് ചാർജൊക്കെ എസ് ആയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ക്ലോസ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ അതായത് നിങ്ങൾ എലിജിബിൾ ITC കാണാം, ഇവിടെ റെഡായി കാണാം. അതായത് നമ്മളൊരു ഇൻപുട്ട് എടുക്കാത്തതുകൊണ്ടാണ്. കാരണം നമ്മൾ 14-ാം തീയതി 15-ാം തീയതി ആയിട്ട് നമ്മൾ തുറന്നപ്പോൾ ഇത് ഓട്ടോമാറ്റിക് സേവ് ആയി പോയതാണ്. അതുകൊണ്ടാണ് ഇവിടെ എലിജിബിൾ ITC ഓട്ടോ പോപ്പുലേറ്റ് ആയി വരാഞ്ഞ്. അപ്പോൾ നമ്മൾ എലിജിബിൾ ITCയിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമ്മൾ ആളതർ ITCയിൽ നമ്മൾ എമൗണ്ട് കാണിക്കണം. അതായത് ആളതർ ITCയിൽ അതായത് നമ്മൾ ഇൻപുട്ട് എത്ര വെച്ചാൽ എമൗണ്ട് നമ്മൾ നോട്ട് ചെയ്ത എമൗണ്ട് കാണിക്കണം. IGST ആയിട്ടും അതുപോലെ CGST ആയിട്ടും SGST ആയിട്ടും. അത് ഞാനിവിടെ എൻട്രി ചെയ്യാണ്. അപ്പോൾ നമുക്കിവിടെ നമ്മൾ ITC അതായത് IGST ഇവിടെ എൻട്രി ചെയ്ത് കൊടുത്തിട്ടുണ്ട്. 39,679.32 2B പ്രകാരം ജനറേറ്റ് ചെയ്തതാണ്. അതുപോലെ CGST SGST അതുപോലെ നമ്മൾ അതേഴ്സിൽ അതായത് ഡെബിറ്റ് നോട്ട് ഉണ്ട്, നമ്മൾ പർച്ചേസ് റിട്ടേൺ ഉണ്ട്, ആ എമൗണ്ട് ഇവിടെ നമ്മൾ എന്ത് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ ടോട്ടൽ എലിജിബിൾ ITC അതായത് നെറ്റ് ITC എന്ന് പറഞ്ഞാൽ 28,040.98 CGST SGST 39,679 എന്ത് നമ്മുടെ IGST ആയിട്ട് ഇൻപുട്ട് ഉണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മളിവിടെ അതായത് നമ്മളിവിടെ ഈ എമൗണ്ട് ഇവിടെ എൻട്രി ചെയ്ത് കൊടുത്തില്ലെങ്കിൽ അവിടെ റെഡായി കാണിക്കുക. നമുക്കിവിടെ എമൗണ്ട് അവിടെ റെഡായി കാണിക്കുക. അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ ഡെബിറ്റ് നോട്ട് അവിടെ എൻട്രി ചെയ്ത് കൊടുക്കുന്ന വേണം. അപ്പോൾ എമൗണ്ട് ഒന്നുകൂടി കൊടുക്കുക, 383.34 ഇതാണ് എമൗണ്ട് വരുന്നത്. അപ്പോൾ അവിടെ നമ്മൾ ഈ ITC കൂടുതലായിട്ടോ കുറവായിട്ടോ കൊടുത്തു കഴിഞ്ഞാൽ അവിടെ റെഡ് കാണിക്കും. ഇതിപ്പോൾ നമ്മൾ 2B പ്രകാരം ആക്ച്വലാണ്. അപ്പോൾ അത് വെച്ച് ഫയൽ ചെയ്യുമ്പോൾ നമുക്ക് വേറെ കൊറിയോ കാര്യങ്ങളോ നോട്ടീസോ കാര്യങ്ങളോ വരില്ല. അപ്പോൾ നമ്മൾ താഴെ വന്ന് എന്ത് ചെയ്യുക, ഇവിടെ കൺഫേം കൊടുക്കുക, കൺഫേം ക്ലിക്ക് ചെയ്യുക. കൺഫേം ക്ലിക്ക് ചെയ്തതിന് ശേഷം നേരെ താഴെ വരിക. ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യുക, സേവ് Gstr 3B ക്ലിക്ക് ചെയ്യുക. സേവ് Gstr 3B ക്ലിക്ക് ചെയ്ത് ഞങ്ങൾക്ക് കാണാം Gstr 3B ഡീറ്റെയിൽ സേവ്ഡ് സക്സസ്ഫുള്ളി എന്ന് കാണാം. ഇനി നേരെ താഴോട്ട് വരിക, ഇവിടെ പ്രൊസീഡ് ടു പേയ്മെൻറ്റ് ക്ലിക്ക് ചെയ്യുക. ഇനി നമുക്ക് സെറ്റ് ഓഫ് ചെയ്യുക. അതായത് നമ്മൾ ഇവിടെ IGST ഉണ്ടായതുകൊണ്ട് നമുക്ക് ഓട്ടോമാറ്റിക് സെൻട്രൽ ടാക്സിലാണ് കംപ്ലീറ്റ് ആയിട്ട് എമൗണ്ട് എന്ത് ചെയ്ത്, അതവിടെ നമുക്ക് ITC അടക്കാണ്ട്, അതായത് നമുക്കിവിടെ ഇൻ്റഗ്രേറ്റഡ് ടാക്സ് 48,507 അടക്കാണ്ട്. അപ്പോൾ നമ്മൾ എന്ത് വെച്ച് കഴിഞ്ഞാൽ സെൻട്രൽ ടാക്സിൽ ബാക്കിയുള്ള എമൗണ്ട് സെറ്റ് ഓഫ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ നമുക്കിവിടെ ഇനി കൂടുതലായിട്ട് സെറ്റ് ഓഫ് ചെയ്യാനൊന്നുമില്ല. അപ്പോൾ നമ്മൾ ഇൻ്റഗ്രേറ്റഡ് ടാക്സ് 48,507 അതുപോലെ 60,957 സെൻട്രൽ ടാക്സ് 60,957 സ്റ്റേറ്റ് ടാക്സ് നമുക്കിത് ഔട്ട്പുട്ട് ടാക്സ് ആണ്. അപ്പോൾ ഇൻ്റഗ്രേറ്റഡ് ടാക്സ് 39,679 നമ്മൾ 48,507 അഡ്ജസ്റ്റ് ചെയ്തു. പിന്നെ ബാലൻസ് IGST ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ സെൻട്രൽ ടാക്സിൽ ബാലൻസ് എമൗണ്ട് സെൻട്രൽ ടാക്സിൻ്റെ എമൗണ്ട് ഇപ്പോൾ അവൈലബിൾ ബാലൻസ് 318 ഉണ്ട്. ഇവിടെ നമുക്ക് 98 ഉള്ളൂ മറ്റേ സ്റ്റേറ്റ് ടാക്സ് ഉള്ളത്. അപ്പോൾ നമ്മൾ ആ കംപ്ലീറ്റ് എമൗണ്ട് അതിൽ തന്നെ അഡ്ജസ്റ്റ് ചെയ്തു. പിന്നെ സെൻട്രൽ ടാക്സിൽ 60,957 അതുപോലെ സ്റ്റേറ്റ് ടാക്സിൽ ബാക്കിയുള്ള എമൗണ്ട് ഇതിൽ സെറ്റ് ഓഫ് ചെയ്തു. എന്നിട്ട് ഇവിടെ മേക്ക് പേയ്മെൻറ്റ് പോസ്റ്റ് ക്രെഡിറ്റ് ലെഡ്ജിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് യെസ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ ഓഫ്സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഓക്കെ ക്ലിക്ക് ചെയ്യുക. ഇനി താഴോട്ട് വരിക, പ്രൊസീഡ് ടു ഫയൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് പ്രൊപ്പറേറ്റർ സെലക്ട് ചെയ്യുക.
എന്നിട്ട് ഫയൽ വിത്ത് EVCയിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്കൊരു OTP വന്നിട്ടുണ്ടാവും. ആ OTP അടിച്ചിട്ട് എന്ത് ചെയ്യാം, നമുക്ക് ഫയൽ ചെയ്യാം. അപ്പോൾ നമ്മൾ OTP വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ എൻ്റർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി വെരിഫൈ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ 3B നമ്മൾ ഫയൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതായത് ഇപ്പോൾ 2B ആക്റ്റീവ് ആവാത്ത കേസിലോ അല്ലെങ്കിൽ നമ്മൾ 2B ആക്റ്റീവ് ആവുന്നതിന് മുമ്പേ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ പ്രിപ്പയർ ഓൺലൈനിൽ പോയിട്ട് 3B എടുക്കുന്ന സമയത്ത് അത് ഓട്ടോമാറ്റിക് സേവ് ആവും. നമ്മൾ അപ്പോൾ ആ സേവ് ആവുന്ന സമയത്ത് എന്ത് ചെയ്യും, പിന്നീട് 2B ജനറേറ്റ് ആകുമ്പോൾ ഓട്ടോ പോപ്പുലേറ്റ് ആയി വരില്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, 2B പോയി നോക്കിയിട്ട് എത്രയാണോ ഇൻപുട്ട് വന്നിട്ടുണ്ട്, അതേപോലെ എത്ര ഡെബിറ്റ് നോട്ട് ഉണ്ട്, ഈ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് അത് അതുപോലെ തന്നെ നോട്ട് ചെയ്തിട്ട് നിങ്ങൾ ITCയിൽ കൊടുത്ത് ഫയൽ ചെയ്യണം. അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായി വിചാരിക്കണം. എന്തായാലും നന്ദി, നമസ്കാരം.